ഇന്ന് സെയിലിന് അവൈലബിൾ ആയ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അതിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കുറേ ഉള്ളത്. ഇപ്പോൾ കുറച്ച് വെറൈറ്റി ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ കാണാം. പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിനായിട്ട് വമ്പിച്ചൊരു ഡിസ്കൗണ്ടിനായിട്ടൊരു കൂപ്പൺ കോഡ് ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകൾ ഫസ്റ്റ് നോക്കട്ടെ. ചെറിയ റേറ്റിൻ്റെ ഫസ്റ്റ് 99 രൂപൻ്റെ പ്ലാന്റ്സുകൾ കാണിക്കുന്നത് ഫസ്റ്റ് നോക്കട്ടോ. അതിൽ 4-5 പ്ലാന്റുകളേ ഉള്ളൂ. ഒന്ന് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈൻ്റെ ഒരു പ്ലാന്റ്, വൈറ്റ് ലക്കാച്ചി, പിന്നെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ്, സിൽവർ ലൂണൻ്റെ ഒരു പ്ലാന്റ്. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞി തൈകളായിരിക്കും കേട്ടോ. കാരണം മദറിൽ നിന്ന് കൂടെ പിരിച്ചെടുത്ത കുഞ്ഞി തൈകളും ചെറിയ റൂട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഗോൾഡൻ ലിപ്സ്റ്റിക്ക്. ഇത്രയാണ് കേട്ടോ 99 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സുകൾ. ഇനി നമുക്ക് അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസ് പ്ലാന്റുകൾ നോക്കട്ടോ. അതൊക്കെ 250ൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്താണ് സ്നോ വൈറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ടുള്ളത് കൊച്ചിൻ പിങ്ക് ആണ്. ഇതും കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഡോണ കാർമൻ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ലീഫിനും പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു പിങ്കും ലൈറ്റ് പിങ്കും ഗ്രീനും പിന്നെ വെയിനും ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ ഡയമണ്ട് പിങ്ക് അല്ലെങ്കിൽ പിങ്ക് അനിയാമി എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. 250ൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ തന്നെ തായ് റെഡിൽ വന്നിട്ടുള്ള ഒരു റെഡ് ഒറ്റ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ചെറുതാണ്, നന്ന വലിയ പ്ലാന്റ് അല്ല. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. പാന്തർ പോലെ തോന്നിയിട്ടുണ്ട്. ഈ പാന്തറാണോ എന്നറിയില്ല. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റുകളാണ് കേട്ടോ. തൈകളാണ് ഇതെല്ലാം പിരിച്ചെടുത്തൊന്നുമല്ല, നല്ല തൈകൾ തന്നെയാണ് കേട്ടോ എല്ലാം. ഈ 250ൻ്റെ പ്ലാന്റുകളൊക്കെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് 10 ക്യാരറ്റ് ആട്ടോ. അതൊക്കെ 10 ക്യാരറ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് ബനാമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസ് ആട്ടോ ഉണ്ടാവുക. 3 ലീഫേ ഉള്ളൂ, ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ ഇതും അതന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് അരോര. ഇത് പിന്നെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഗ്രീനിൻ്റെ ഷെയ്ഡിൽ പിങ്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിങ്ക് അരോര അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വലിയ മദർ പ്ലാന്റ് ആണ്. അതുപോലെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ലെഗസി ആണ് കേട്ടോ. ബ്ലാക്ക് ലെഗസി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് അല്ല. ചിലതിലെല്ലാം ബേബി എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് ലെഗസി. ഈ കളറാണ് ഉണ്ടാവുക, ബ്ലാക്ക് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് ലെഗസിയാണ് കേട്ടോ. അതിൻ്റെ കുറേ തൈകളുണ്ട്. പിന്നെ നമ്മുടെ ഹെങ്ങിൻ്റെ റെഡാണ് കേട്ടോ. അത് ഗ്രീനും റെഡും ഉണ്ട്. അതിൽ റെഡിൻ്റെ തൈകളാണ് കേട്ടോ. അത് കണ്ടില്ല, ഈ ഒരു റെഡ് നല്ലോണം ഫുള്ളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണിത്, റെഡ് ഹെങ്. പിന്നെ വന്നിട്ടുള്ളത് റോട്ടുണ്ടത്തിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. 250ൻ്റെ ഈ ഒരു സൈസായിട്ട് ഉണ്ടാവുക. പിന്നെ റൈസ് ലീഫിൻ്റെ 250ൻ്റെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ 250ൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. ചിലതിലെല്ലാം ബേബി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് 250ൽ വരുന്ന പ്ലാന്റ്സുകൾ കേട്ടോ. ഇനി നമുക്ക് പുതിയ വെറൈറ്റിയും റെയർ വെറൈറ്റിയും ആയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച പ്ലാന്റ്സുകളാണ് റെഡ് ബിദാദരി കേട്ടോ. അതാണ് റെയർ വെറൈറ്റിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്ലാന്റ്. അതിൽ തന്നെ റെഡിൻ്റെ കൂടെ പിങ്ക് ബിദാദരി ഉണ്ട് കേട്ടോ. ചിലതൊക്കെ പിങ്ക് ഉണ്ട്. ഇതൊക്കെയാണ് റെഡ് കേട്ടോ. ഈ ഒരു ലീഫിലേക്ക് വരും, കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് ബിദാദരി. ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള ലീഫുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ റെഡ് ബിദാദരി. പിന്നെ ആന്തൂറിയം സിൽവർ ബ്രഷ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റി ആന്തൂറിയത്തിൻ്റെ കുറേ തൈകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ആന്തൂറിയത്തിൻ്റെ. അതിൽ മാഗ്നിഫോക്കം എന്ന് പറഞ്ഞാൽ അതും ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് റയാൻ ഗോൾഡ് ആണ് കേട്ടോ. റയാൻ ഗോൾഡ് ഒന്നും ചെറിയ പ്ലാന്റുകളില്ല, ബുഷി ആയിട്ടുള്ള അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ. ഇതാ സിംഗിൾ ഷൂട്ടാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. 450 ആണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് തായ് ഫ്രോസൺ ആണ്. തായ് ഫ്രോസൻ്റെ ബുഷി ഉണ്ട്, സിംഗിളും വലിയ പ്ലാന്റുകളാണ്. 350ൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ ഫ്രോസൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് 350ൻ്റെ. അത് അത്യാവശ്യം ചെറിയൊരു സൈസാണ്. പിന്നെ വന്നിട്ടുള്ളത് റെഡ് പനാമകളാണ് കേട്ടോ. റെഡ് പനാമകളും വലിയ വലിയ പ്ലാന്റുകളാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ റെഡ് പനാമ.
സിംഗിൾ ഷൂട്ടാണ്, നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. സിംഗിൾ ഷൂട്ട് 350ൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ഗിറ്റി എന്നറിയും, അതിൻ്റെ പ്ലാന്റുകളാണ്. 350 ആണ് റേറ്റ് വരുന്നത്. തുടങ്ങുന്നത് 400 ഉണ്ട്. ഇതാണ് സിംഗിൾ, ഇതൊക്കെ ബുഷി പോട്ടുകളാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് ഗിറ്റി. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ലെഗസി ആണ്, അതിൻ്റെ ബുഷി പോട്ടുകളാണ് ഇതെല്ലാം. അതിൻ്റെ സിംഗിൾ ഷൂട്ടാണിത് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. 350ൻ്റെ ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണ്. 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് പ്രക്കായിപ്പറ്റാണ് കേട്ടോ. പ്രക്കായിപ്പറ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ട് കേട്ടോ. 300ൻ്റെ സൈസ് ഉണ്ട്, 350 ഉണ്ട്, 400 ഉണ്ട്. അങ്ങനെ സൈസ് അനുസരിച്ച് പ്ലാന്റിൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ പ്ലാന്റ് ആണ്, ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് തൈന്ന് ഞാൻ പറഞ്ഞ റെഡ് വൈൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് വൈന്. ഇത് 300 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 300 സൈസ് ചെറുതുണ്ട്, കുറച്ചുകൂടി വലുതുണ്ട് 350ൻ്റെ. അതുപോലെ തന്നെ ബ്ലാക്ക് ലെഗസീൻ്റെ ബുഷി പോട്ട് ഉണ്ട് കേട്ടോ. സിംഗിൾ ഷൂട്ട് 180 മുതൽ തുടങ്ങുന്നുണ്ട് ചെറുത്. പിന്നെ 200 250 അങ്ങനെ പല റേറ്റിൻ്റെ പ്ലാന്റും ഉണ്ട്, ബുഷി പോട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് കുറേ കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ കലാത്തിയ വെറൈറ്റീസ് പുതിയതും വലിയതും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. അത് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ കേട്ടോ. അത് ബുഷി പോട്ടാണ്. അപ്പം നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ കൂപ്പൺ കോഡ് വരുന്നത് അഗ്ലു 123 ആണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും പ്ലാന്റ് വാങ്ങുന്നവർക്ക്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് അന്തിനീൻ്റെ കുറേ പ്ലാന്റ്സുകളാണ് കേട്ടോ. അതൊക്കെ അന്തിനീൻ്റെ ബുഷി പോട്ടുകളാണ്. അന്തിനീൻ്റെതാ ഒരു സിംഗിൾ ഷൂട്ട് ഉണ്ട്, 350 300 ഒക്കെ റേറ്റുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അന്തിനി. ഇത് പുതിയൊരു വെറൈറ്റിയാണ്. പോത്തോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കളറുള്ളൊരു പ്ലാന്റാണ്. ഗ്രീനും ലൈറ്റ് പിങ്ക് ലീഫിൽ വന്നിട്ടുള്ള നല്ല ഒരു ആഷ് പിസ്ത കളറൊക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതതിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ പോത്തോങ്ങിൻ്റെ. പിന്നെ കൊച്ചിൻ പിങ്കിൻ്റെ ബുഷി പോട്ടാണ്. അതിൻ്റെ 300ൻ്റെ സൈസാണ്. നേരത്തെ ഞാൻ 250ൻ്റെ അവിടെ കാണിച്ചു. പിന്നെ സൂപ്പർ വൈറ്റിൻ്റെ കുറേ ബുഷി പോട്ടുകളുണ്ട് കേട്ടോ. 5ഉം 6ഉം 7ഉം ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ബുഷി പോട്ട് വരുന്നത്. അതെല്ലാം നിങ്ങൾക്കൊരു സിംഗിൾ ഷൂട്ടാണെങ്കിൽ 250ൻ്റെ ഉണ്ട്. അതുപോലെ പിങ്ക് പനാമൻ്റെ ബുഷി പോട്ടാണ്, സിംഗിൾ ഷൂട്ടിന് 350 ആണ്. പിന്നെ ഒരു പുതിയ വെറൈറ്റിയാണ് സിൽവർ ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വെറൈറ്റിയിൽ സിൽവർ കളറുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. 300 350 ആണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച പിങ്ക് അനിയാമി ഡയമണ്ട് പിങ്കിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ബുഷി പോട്ടാണ്. ഇതാണ് ഒരു സിംഗിൾ ഷൂട്ട് 300 ഉണ്ട്. നേരത്തെ ഞാൻ അവിടെ 250 കാണിച്ചു. അങ്ങനെ പല റേറ്റിൻ്റെതും ഉണ്ട്. പിന്നെ സോംബാറ്റിൻ്റെ ഒരു തൈ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് സോംബാറ്റി. 400 ആട്ടോ ഇനി റേറ്റ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. സോംബാറ്റി തന്നെ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് മെറൂണിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ റെയർ വെറൈറ്റി പ്ലാന്റിൽ ഉള്ളത് ഇതൊക്കെയാണ് കേട്ടോ. വലിയ പ്ലാന്റ് ആണ് കേട്ടോ, ഒരുപാട് വലിയ പ്ലാന്റ് ആണ്. ഗ്രീൻ പീക്കോക്ക് കേട്ടോ. 450 ആണ് കേട്ടോ ഇനി റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്. റൂട്ടൊക്കെ അത്രക്കും റൗണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ ബുഷി പോട്ടും ഉണ്ട്. പിന്നെ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ബുഷി പോട്ട്. അതുപോലെ ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ്. ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ജെർജ് ഉണ്ട് 350ൻ്റെ. ആംബർ ഉണ്ട്. ആംബറിൻ്റെ 2 പ്ലാന്റ് തന്നെ ഉള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ആംബർ. ഒരു പുതിയ വെറൈറ്റി റെയർ വെറൈറ്റി പ്ലാന്റിൽ പെട്ടതാണ് കേട്ടോ ആംബർ. ഈ ലീഫിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഭംഗി. കണ്ടില്ലേ, ഒരു പ്രത്യേക ലൈറ്റ് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ വിതുരീൻ്റെ ഒരു 350ൻ്റെ പ്ലാന്റ് ഉണ്ട്. അതുപോലെ പിങ്ക് എമറാൾഡിൻ്റെ ഒരു 450ൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് ആ ചെറിയ സൈസാണ് കേട്ടോ. ഈ ഒരു സൈസ് 3 ലീഫേ ഉണ്ടാവുള്ളൂ. പിന്നെ ഗോൾഡൻ ലവ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. 350 ആണ്. ഇതും ഒരൊറ്റ പ്ലാന്റ് തന്നെ ഉള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ടിങ്കിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. അത് ബുഷി പോട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ ബുഷിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ സൺറെയറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വേണ്ടിയതെങ്കിലും ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പേര് വെച്ച് നിങ്ങൾ ചോദിക്കാം. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗ് ഉണ്ടായിരിക്കും. അതിൽ എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. എഗ്ലോണിമ മാത്രമല്ല, ഫ്ലവറിങ് പ്ലാന്റ്സ്, കലാത്തിയ, ഡിഫൻബേച്ചിയ, മറ്റ് ആന്തൂറിയം പ്ലാന്റ്സുകൾ എല്ലാ വെറൈറ്റീസും ഉണ്ടാവും. ഫിലോഡെൻഡ്രൻ, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉള്ള കാറ്റലോഗാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.